നമ്മളെ ഇന്നോളം വേദനിപ്പിച്ചവർ മക്കളെ ആത്മീയ അന്ധരാണെന്ന് തിരിച്ചറിയുമ്പോൾ, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, അവരുടെ അറിവില്ലായ്മ കൊണ്ടോ, അവരുടെ ആത്മീയ അന്ധത കൊണ്ടോ, അവരുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ അവർ കടന്നുപോയ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾ കൊണ്ടോ, മുറിവേറ്റ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടോ, തിരസ്കരിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടോ, സ്നേഹം നിഷേധിക്കപ്പെട്ടത് കൊണ്ടോ, ജീവിതത്തിൽ വന്നിട്ടുള്ള സ്വഭാവത്തിൽ വന്നിട്ടുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാം. വിശുദ്ധ പുൽട്ടജഷൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരുവൻ മദ്യപാനിയായി തീർന്നതിന്റെ പിന്നിൽ എന്തോ കാരണം അവന്റെ ജീവിതത്തിലുണ്ട്. ഒരുവൻ പാപത്തിലേക്കും അശുദ്ധിയിലേക്കും മ്ലേച്ഛതയിലേക്കും കടന്നു പോകാൻ കാരണമായതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാരണങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. അല്ലെങ്കിൽ ആരാഗ്രഹിക്കുന്നത് എനിക്ക് ദൈവം ധാരാളമായി തന്ന ഈ ജീവിതത്തെ നശിപ്പിക്കണമെന്ന് ആരാഗ്രഹിക്കുന്നത്? ഒരാളും ആഗ്രഹിക്കുന്നില്ല. ചില ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ചിലർ അത്ര കഠിനമായി മാറിയത്. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്, തമ്പുരാനെ, ഇവരുടെ ആത്മീയ അന്ധതയും ഇവരുടെ അറിവില്ലായ്മയുമാണ് ഇവരെ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്ന് മനസ്സിലാക്കി യേശു ചെയ്തൊരു കാര്യമാണ്, കാൽവരി കുരിശിൽ കിടന്നിട്ട്, അപ്പാ, ഇവർ ചെയ്യുന്നത് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരെന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ വേദനിപ്പിച്ചവൻ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് നീ ആഗ്രഹിക്കും. കാരണം അത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്.